സായിപ്പ് പറയും സ്വന്തം ശബ്ദപൂർത്തി ഹല്ലേലൂയ പറയണം. പക്ഷെ നമുക്കൊരു ഹല്ലേലൂയ പറഞ്ഞെങ്കിൽ ഒരു സ്വത്രമൊക്കെ പറഞ്ഞെങ്കിൽ നമുക്കത് അനുഗ്രഹിക്കട്ടെ. അല്ലെ എല്ലാ പ്രവാസികൾക്ക് കർത്താവ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ഈ ചാൾസ്, സി.എൽ. ചാൾസിനെ പറ്റി കേട്ടോണ്ടായി. സി.എൽ. ചാൾസ് അമേരിക്കയിലെ വലിയൊരു എന്താണ് ക്രിക്കറ്റ് താരത്തിന്റെ, സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലെയൊക്കെയുള്ള അദ്ദേഹത്തിന്റെ ഒരു മകനാണ് ചാൾസ്, സി.എൽ. ചാൾസ്. ചാൾസിനെ പിതാവ് സ്വത്രം വലിയ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരുവാനിടയായി. ഏകദേശം ചാൾസിന്റെ അപ്പൻ വെച്ച വീടെന്ന് പറഞ്ഞാൽ 100 മുറിയുണ്ട്, 100 മുറിയുണ്ട് അവരുടെ വീട് തന്നെ. ചാൾസിന്റെ അപ്പന്റെ കൊട്ടാരം എന്ന് പറഞ്ഞാല് നമുക്ക് ഇപ്പോഴത്തെ സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ നിൽക്കുന്ന പോലെ ആ കാലത്ത് എത്രയാണ് അത്രയ്ക്കും പണം വാരിയെടുത്ത് അല്ലെങ്കിൽ അതുപോലെ സ്പോർട്സിൽ തിളങ്ങി നിന്ന ഒരു താരമായിരുന്നു. 100 ഭവനമുള്ള അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ജനിച്ച ഒരു മകനാണ് സി.എൽ. ചാൾസ്. ഹല്ലേലൂയ. അപ്പൊ നോക്കിയാൽ അവന്റെ ആ ജനനം എവിടെയാ? അവന്റെ ജനനം കൊട്ടാരത്തിലാണ് ജനിക്കുന്നത്. അപ്പൊ ചാൾസിന്റെ പിതാവിനെ ദൈവം വിളിച്ചു. അദ്ദേഹം പ്രായം ചെയ്തു, മരിച്ചുപോയി. അതിനുശേഷം ചാൾസിന്റെ സമയമായി. ചാൾസിനെ യേശു വിളിക്കുവാനിടയായി. ചാൾസിനെ വിളിച്ചു. ചാൾസേ, നീ എനിക്ക് വേണ്ടി വേല ചെയ്യണം. കൊട്ടാരത്തിൽ കിടക്കുന്ന ഒരുത്തനെ യേശു വിളിക്കുക. ചാൾസ് സംഭവിച്ചു, കർത്താവേ ഞാൻ നിനക്ക് വേണ്ടി വേല ചെയ്യാം. ചാൾസിനോട് പറഞ്ഞ് ചൈനയ്ക്ക് പോകണം, എന്റെ വേല ചെയ്യാൻ ചൈനയ്ക്ക് പോകണം. ചാൾസ് പറഞ്ഞു ഞാൻ പോവാ, റെഡിയാണ്. ഹല്ലേലൂയ. ചാൾസിനോട് യേശു പറഞ്ഞു, നീ പോകുന്നതിന് മുന്നേ ഒരു കാര്യം ചെയ്യണം. നിന്റെ സകല സ്വത്തുക്കളും നീ വിൽക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അതെല്ലാം സുവിശേഷകർക്ക് വിധിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ചാൾസ് ചെയ്തു. ചാൾസ് സകല സ്വത്തുക്കളും വിറ്റു. അപ്പനുണ്ടാക്കിയ 100 റൂമിന്റെ റൂംസ് ഉള്ള ആ കൊട്ടാരൊക്കെ വിറ്റ് അവൻ ചെയ്തു സകല സുവിശേഷകർ കൊടുക്കാൻ. അതെല്ലാം വീതിച്ചൊക്കെ സുവിശേഷം കൊടുക്കാതെ ഇന്ത്യയിലൊക്കെ ഒരുപാട് പണം അന്ന് വരുവാനിടയായി. അപ്പൊ ചാൾസ് അന്ന് വിവാഹത്തെല്ലാം ഉറച്ചു വെച്ചിരിക്കുക, ഫിയാൻസി ഉണ്ട്. അപ്പം ചാൾസ് ഒരു കാര്യം ചെയ്തപ്പം വിവാഹം കഴിക്കാൻ പോവാണല്ലോ, വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു വീട് വേണം താമസിക്കാൻ. ചാൾസ് എന്ത് ചെയ്യുന്നു? ഒരു ചെറിയ വീട് അദ്ദേഹത്തിനും ഭാര്യയ്ക്ക് താമസിക്കാൻ വേണ്ടി ഒരു ഭവനമൊക്കെ വാങ്ങിച്ച്, അത് മാത്രമേ സ്വത്തെന്നുള്ളൂ, ബാക്കി എല്ലാ സ്വത്തുക്കളും വിറ്റ് സുവിശേഷത്തിന് കൊടുക്കുന്നുണ്ടേ. ചാൾസ് തന്റെ വിവാഹം കഴിക്കാൻ പോകുന്ന ഭാര്യയുടെ ഏകദേശം പറഞ്ഞു, ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ പോവുകയാണ്, ശരിയാണ്. പക്ഷേ ഞാൻ വിവാഹം കഴിക്കാൻ ഉറപ്പിച്ച നാളില് എനിക്ക് ഒരുപാട് കോടി സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു കാര്യം ഞാൻ പറയുകയാണ്, യേശു എന്നോട് പറഞ്ഞു, എന്ത് ചെയ്തു? എന്റെ സ്വത്തുക്കളെല്ലാം വിറ്റ് ഹല്ലേലൂയ നീ സുവിശേഷ വിലയ്ക്ക് കൊടുക്കണം. അതുകൊണ്ട് എന്റെ സ്വത്തുക്കളെല്ലാം ഞാൻ വിറ്റ് സുവിശേഷ വിലയ്ക്ക് കൊടുത്തിരിക്കുക. എന്നോട് പറയാൻ വിട്ടുപോയി, ഞാൻ പറഞ്ഞില്ല, മനഃപൂർവ്വം പറഞ്ഞു. കാരണം നീ എന്നിൽ നിന്ന് പിരിഞ്ഞു പോയി എന്ത് ചെയ്യും? ഈ സ്ത്രീ കേട്ട ഉടനെ വിവാഹം വെക്കാൻ പറയും. ചാൾസ് എന്താ പരിപാടി കാണിച്ചത്? ഹല്ലേലൂയ. അപ്പോൾ ചാൾസ് ചോദിച്ചു, എന്താണ് ഞാൻ നിന്നോട് പറഞ്ഞത്? പറയാതിരുന്നത് തെറ്റായി പോയോ? അല്ല ചാൾസ്, നീ അതിന്റെ അകത്തു നിന്ന് ഏതാ കർത്താവ് പറഞ്ഞതിൽ നിന്നും തന്നെ നീ പറഞ്ഞത് മുഴുവൻ കേൾക്കാതെ, പ്രൈസ് ദി ലോർഡ്, അതിൽ നിന്ന് അല്പം എടുത്ത് നീ നമുക്ക് താമസിക്കുവാൻ വേണ്ടി ഒരു ഒരിടം അല്ലെങ്കിൽ ഒരു സ്ഥലം അല്ലെങ്കിൽ എന്താണ് ഒരു വീട് വായിക്കുവാനിടയായില്ലേ? അത് ഓർക്കുമ്പോൾ ഞാൻ എന്താണ് നിന്നെ കുറിച്ച് ലജ്ജിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആ സഹോദരിയുടെ ആ സമർപ്പണം എത്ര മാത്രം. ചാൾസിനേക്കാൾ വലിയൊരു മിഷനാണ് ആ സഹോദരിക്ക് ലഭിക്കാനിടയായി. ചാൾസ് സന്തോഷമായി അവരെന്താണ് അതും വിറ്റു. ഹല്ലേലൂയ. വിറ്റെന്താ? 2 പേരുടെ ചൈനയ്ക്ക് പോകുവാൻ നോക്കണേ. കൊട്ടാരത്തിൽ നിന്ന് ഒരുവനെ ദൈവം വിളിച്ചെന്താണ്? ചൈനയിൽ കൊണ്ട് മിനിസ്ട്രി എനിക്കൊക്കെ ദൈവം ഇതിനെ പറയാൻ കാരണം എന്താണെന്നറിയോ? സ്തോത്ര. പലപ്പോഴും നമുക്കൊരു ധാരണയുണ്ട്, എന്താണ് ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞത്? എന്താണ്? ദാരിദ്ര്യത്തിൽ നിന്നും അല്ലെങ്കിൽ ഇല്ലായ്മയിൽ നിന്ന് കൊട്ടാരത്തിൽ കൊണ്ടുപോകുന്നതാണ്. ഹല്ലേലൂയ. നമ്മൾക്കാരെ വിളിച്ചു പറയട്ടെ, അതല്ല ക്രിസ്തീയ ജീവിതം. സ്തോത്ര. ഒരു പക്ഷേ ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഉള്ള അവസ്ഥയിൽ നിന്നും നല്ല കർത്താവ് നമ്മൾ വിളിക്കുമായിരിക്കും. ചിലപ്പോൾ പട്ടിണിയായിരിക്കും, പരിവണമായിരിക്കും, എന്താണ് ഒരു ദാരിദ്ര്യമായിരിക്കും. പക്ഷെ അതുകൊണ്ട് കർത്താവ് നമ്മൾ ഉയർത്തുമായിരിക്കും. പക്ഷേ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഒരിക്കലും എന്താണ് നമ്മൾ തെറ്റിദ്ധരിക്കാൻ നാം പ്രാർത്ഥിക്കാത്തവനാണോ, അവന് വിളിയില്ലാത്തവനാണോ, അവൻ പാപം ചെയ്യുന്നവനാണോ ഒന്നും കരുതണ്ട. ഹല്ലേലൂയ. അതും ദൈവത്തിന്റെ ഒരു വിളിയാണ്. അത് ദൈവത്തിന്റെ വിളി. ദാരിദ്ര്യത്തിലോട്ട് അവരെ കൊണ്ടുപോകുവാനിടയാണ്.
നമ്മൾ പറയും ചാൾസ് നീ പ്രാർത്ഥിക്കാത്തോണ്ട് അല്ലെ, ചാൾസ് നീ ഉപസിക്കാത്തോണ്ടാ, ചാൾസ് ദൈവശബ്ദം കേൾക്കാത്തോണ്ട് കോടാനുകോടിയുള്ളവൻ സ്വന്തം എന്താണ് ഒരു ഫലവുമാകുവാനിടയായി. പക്ഷേ ദൈവത്തിന്റെ വിളി അതല്ല. ചാൾസ് തന്നെ ഭാര്യയായിട്ട് എന്താണ് ചൈനയിൽ പോയി ശക്തമായി സുവിശേഷം ചെയ്യുവാൻ തുടങ്ങി. സ്വത്രം ഒരിക്കലെ ചെറുപ്രായത്തിൽ ശക്തമായ സുവിശേഷം ചെയ്തോ ചാൾസ് ജീവിതത്തിൽ വലിയ അനുഭവം ഉണ്ട്. എന്താണ് തന്റെ സഹോദരി സ്വന്തം തളർവാദം പിടിച്ചു കിടക്കുവാനിടയായി. ഒരിക്കലെ ചെറുപ്രായത്തിൽ നിന്ന് സംഭവിച്ചു. ഹല്ലേലൂയ, ആ സഹോദരിക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയായി. സ്വത്രം എന്നെ ദൈവത്തിൽ നോക്കി ചാൾസിന്റെ ജീവിതത്തിൽ ചില പരീക്ഷ ഘട്ടങ്ങൾ കടന്നു വരുവാനിടയായി, ചില ശോധനകൾ കടന്നു വരുവാനിടയായി. സ്വത്രം ചാൾസ് ഹല്ലേലൂയ അതിലൊന്നും തകർന്നു പോയില്ല. താൻ തന്റെ സഹോദരിയുമായി തന്റെ ഭാര്യയുമായിട്ട് എന്താണ് മടങ്ങി ആവേശത്തിന് ഇങ്ങോട്ട് വരുവാനിടയായി. സ്വത്രം താൻ ചെറിയൊരു കാര്യം അവിടെ കൊണ്ട് സഹോദരി കടത്തി, ഒരു ചെറിയൊരു റൂമൊക്കെ എടുത്തോണ്ട് കടത്തി. സ്വത്ര പക്ഷേ വീട്ടൊരു പ്രാർത്ഥിച്ചു. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ എന്താണ്, നീ എനിക്ക് വേണ്ടി സുവിശേഷം ചെയ്യും. ചാൾസിനോട് പറഞ്ഞ എന്താണ്, നീ ഇവിടെ ആഫ്രിക്കയ്ക്ക് പോണം. ഇനി സ്വത്ര ദൈവം പറഞ്ഞു നീ ആഫ്രിക്കയ്ക്ക് പോകണം. അപ്പോൾ ചാൾസ് പറഞ്ഞ ഭാര്യ ഇവിടെ സുഖമില്ലാതെ കിടക്കുകയാണ്, അവർക്ക് തളർവാതെ കിടക്കാണ്. ദൈവം പറഞ്ഞതാണ് ഞാൻ അവളെ നോക്കിക്കോളാം, നീ എന്താണ് ആഫ്രിക്കയ്ക്ക് പോവാ. ചാൾസിനെതിരെല്ലാം നിൽക്കുവാനിടയായി. തന്റെ എന്താണ് സ്വന്തക്കാരും ബന്ധുക്കാരും മിത്രാദികളെല്ലാം എന്താണ് നീ തളർന്നു കിടക്കുന്ന ഭാര്യ ഇട്ടിട്ടാണ് വിശേഷ വിലയ്ക്ക് പോകുന്നത്. ചാൾസിനെതിരെ നിന്നപ്പോൾ ചാൾസ് ഒരു തീരുമാനമെടുത്തു, ഞാനും എന്റെ ഭാര്യ എന്ന് വിളിക്കുവാനിടയായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. സ്വത്രം എന്റെ ദൈവം ചാൾസ് സ്വത്രം എന്താണ് തന്റെ ഭാര്യയുടെ കൈക്ക് പിടിച്ചിട്ട് തളർന്നു കിടക്കുന്ന തന്റെ ഭാര്യയുടെ കൈക്ക് പിടിച്ച് പ്രാർത്ഥിക്കുവാനിടയായി. ആവേശത്രം ദൈവത്തിന് ആത്മാവിടെ വിട്ടപ്പോൾ ഒരു എന്താണ് നീ ആഫ്രിക്കയ്ക്ക് പോകണം. സ്വത്രം കിടക്കൽ കിടന്നുകൊണ്ട് തന്റെ ഭാര്യ ചാൾസോട് പറഞ്ഞതാണ്, ചാൾസേ ഹല്ലേലൂയ ദൈവം എന്നെ നോക്കിക്കോളോ, നിന്റെ ദൈവം വിളിക്കുന്നതിനാണ് നീ ആഫ്രിക്ക പോയി സുവിശേഷം അറിയിക്കും. ഹല്ലേലൂയ ചാൾസ് തന്റെ ഭാര്യയെ കിടക്കയിലിട്ടിട്ട് ഹല്ലേലൂയ തളർന്നു കിടക്കുന്ന ഭാര്യയെ കിടക്കയിലിട്ടിട്ട് അവൻ സ്വതന്ത്ര ആഫ്രിക്കയ്ക്ക് പോകുവാനിടയായി. ആഫ്രിക്കയിൽ പോയി എന്താണ് സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. സ്വന്തം കഷ്ടത നടുവില് വേറൊരു കഷ്ടതയുടെ എന്താണ് ഹല്ലേലൂയ ചാൾസിന് വരുവാനിടയായി. അവൻ എന്താണ് അവിടെ ചെന്ന പട്ടിണി കിടന്ന് അവൻ എന്താണ് അവിടെ പോയി എന്താണ് ഒരു പുല്ലുകൊണ്ട് മേഞ്ഞ് അങ്ങനെയാണ് സ്വന്തം വായിച്ച് അങ്ങനെയാണ് കേട്ടിരിക്കുന്നതാണ് അവൻ പുല്ലുകൊണ്ട് മേഞ്ഞ ഒരു കൊട്ടാരങ്ങൾ ഉണ്ടാക്കുവാനിടയായി. സ്വന്തം 2-3 മുറിയുള്ള എന്താണ് ചാൾസിന്റെ ഒരു പാലസ് ഉണ്ടാക്കുവാനിടയായി. ഹല്ലേലൂയ എന്താണ് തൽക്കാലമായി ജീവിക്കുവാൻ വേണ്ടി. ആ സമയത്ത് എന്താണ് ഹല്ലേലൂയ തന്റെ ഭാര്യ ലോകത്തുനിന്ന് മാറ്റപ്പെടുവാനിടയായി. സ്വത്രം ഹല്ലേലൂയ എന്നെയൊക്കെ ദൈവം ഇതിലെ സ്വന്തമാണ് ക്രിസ്തീയ ജീവിതത്തിൽ എന്താണ് കഷ്ടതയുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഒരുപക്ഷെ വലിയ തട്ട് നിൽക്കുമ്പോൾ വലിയ പ്രഗൽഭത്തോടെ നിൽക്കുമ്പോൾ വലിയ എന്താണ് നിൽക്കുമ്പോഴായിരിക്കും ദൈവം നമ്മളെ വിളിച്ചത് താഴോട്ട് ഇറങ്ങുന്നത്. ഹല്ലേലൂയ അതുകൊണ്ട് എന്താണ് ദാരിദ്ര്യത്തിന്റെ അവസ്ഥയാണെങ്കിൽ ശരി, ആ ഉള്ളതിന്റെ അവസ്ഥയാണെങ്കിൽ ശരി, ദൈവം പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ക്രിസ്തീയ ജീവിതം വലിയ അനുഗ്രഹമായി തീരുവാനിടയാണ്. മത്തായി സുവിശേഷം 24-ാം അധ്യായം 9-ാം വാക്യം വായിച്ചേ. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിന് 9-ാം വാക്യം. മാത്യൂസ് 24:9. യേശു തന്നെ പറയുകയാണ്, ആര് പറഞ്ഞു അവിടെ കർത്താവ് തന്നെ പറയുകയാണ് എന്താണ് സൂത്രം ഹല്ലേലൂയ എന്താണ് അന്ന് അവർ നിങ്ങളെ ഉപദ്രവിക്കും. പറയട്ടെ അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. ക്രിസ്ത്യൻ ജീവിതത്തിൽ യേശു ക്രിസ്തു തന്നെ പറയുകയാണ് എന്താണ് സുവിശേഷത്തിന് വേണ്ടി കാര്യങ്ങൾ വെക്കുമ്പോൾ അവൻ ദൈവത്തിന് വേണ്ടി കാര്യങ്ങൾ സ്റ്റെപ്പുകൾ വെക്കുമ്പോൾ ഹല്ലേലൂയ ആനന്ദങ്ങൾ പ്രതികൂലത്തിന്റെ അവസ്ഥയിൽ കടന്നു വരും ജീവിതത്തിൽ. പ്രതികൂലത്തിന്റെ അവസ്ഥ ഇല്ലാതെ ക്രിസ്തീയ ജീവിതം ഇല്ല. സ്തോത്രം. ഒരു സുവിശേഷ പ്രവർത്തനം ഇല്ല. ആവശ്യത്തിന് ആ കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. സ്വന്തം അപ്പൊ ചെന്നായ്ക്കളെ നമ്മൾ തിരിച്ചറിയണം. കൊടിയ ചെന്നായ്ക്കളെ നമ്മൾ തിരിച്ചറിയണം. എന്താണ് ചെന്നായി വരുന്നത് എന്തിനാണ്? ഹല്ലേലൂയ അവനെന്താണ് തകർച്ചു കളയുവാൻ, നശിപ്പിച്ചു കളയുവാൻ, കൊല്ലുവാൻ വേണ്ടി. അപ്പൊ ചെന്നായ്ക്കളുടെ ഇടയിലാണ് നമ്മൾ നിൽക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. അപ്പോൾ അല്ലെങ്കിൽ നല്ല മെച്ചയല്ല, ഭൂമെറ്റയല്ല. ക്രിസ്ത്യൻ ജീവിതം ഒരിക്കലും എവിടെയായിരിക്കണം? ചെന്നായ്ക്കളുടെ ഏതു സമയത്ത് കടിച്ചു കീറിക്കളയുന്ന ചെന്നായ്ക്കളുടെ നടുവിലാണ് ഹല്ലേലൂയ നമ്മുടെ ദൈവത്തിന്റെ വചനമായി നിൽക്കുന്നത്, ദൈവത്തിന്റെ പ്രവൃത്തിയായിട്ട് നിൽക്കുന്നത്. സ്വന്തം ഹല്ലേലൂയ. അതുകൊണ്ടെന്താണ് ആ 2 തീമോത്തി 4-ാം അധ്യായത്തിന്റെ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്താണ് കർണത്തിന് നല്ല രസമായി പറയുന്ന കിഴവിക്കഥകൾ പറയുന്ന അനേകര് നമ്മുടെ ഇടയിൽ സ്വന്തം എഴുന്നേൽക്കും.
ഹല്ലേലൂയ. നമ്മുടെ കടന്നു വരും. സ്തോത്രം. അതിനൊന്നും എന്താണ് ചെവി കേൾക്കാതെ, ചെവി കൊടുക്കാതെ കർത്താവിന്റെ വചനത്തിന് വേണ്ടി കറേജോടെ നിൽക്കാമെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ ക്രിസ്ത്യ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാനിടയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ക്രിസ്ത്യ ജീവിതം എന്താണ് പൊട്ടക്കളിയല്ല. ക്രിസ്ത്യ ജീവിതം എന്താണ് കിഴൽക്കളിയല്ല. സ്തോത്രം. ക്രിസ്ത്യ ജീവിതം എന്താണ് തീക്ഷ്ണതയുള്ള ജീവിതമാണ്. അതെന്താണ് സ്വന്തം വലിയ പ്രാഗൽഭ്യമുള്ള ജീവിതമാണ്. അതെന്താണ് സ്വന്തം നമുക്ക് എന്താണ് വലിയ അനുഗ്രഹമായി ചെയ്യുന്ന ആവശ്യമാണ്. സ്വന്തം അത് വിശുദ്ധിക്ക് വേർപാട് വേണ്ടി നിൽക്കുന്ന എന്താണ് അനുഭവത്തിന്റെ ആളുകളാണ്. ഹല്ലേലൂയ. ദൈവം പറയുന്നത് പോലെ കേൾക്കുവാൻ, അനുസരിക്കുവാൻ, ചെവി കൊടുത്ത് അതനുസരിച്ച് കാലുകൾ വെക്കുന്നതാണ് ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്. സദൃശ്യവാക്യം വായിച്ച് 22:1 എന്താ വായിക്കുന്നത്? നമ്മളെങ്ങനെ കർത്താവ് നിർത്തിയിരിക്കുന്നത്? സദൃശ്യവാക്യം 22:1 28:1 ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോകുന്നു. നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായി. ഹല്ലേലൂയ. ബാലസിംഹം പോലെ നിർഭയമായിരിക്കും. നീതിമാൻ എങ്ങനെയായിരിക്കും? അവർ നിർഭയമുള്ളവനായിരിക്കും. അവർ ഭയം ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ. സുവിശേഷ വേലയിൽ ഭയം ഉണ്ടാകുന്നത് എപ്പോഴാ? സ്തോത്രം. സ്വാർത്ഥത കടന്നു വരുമ്പോഴാ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരു ഭയവും ഉണ്ടാകില്ല. ആരുടെ മുഖത്തും എന്ത് നോക്കിയും സ്വന്തം പറയുവാൻ എന്താണ് യേശു ക്രിസ്തുവിന് വേണ്ടി പറയുവാൻ. സ്തോത്രം. ഹല്ലേലൂയ. വചനത്തിൽ നിന്നുകൊണ്ട് പറയുവാൻ എന്താണ് നിർഭയമുണ്ടാകാത്ത അവസ്ഥ ദൈവം തരുവാൻ. ഇങ്ങനെ ബാലസിംഹം പോലെ ദൈവം നമ്മളെ ആക്കുവാനിടയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ബാലസിംഹം നിൽക്കുന്നത് പോലെ. സാധാരണ സിംഹത്തെ പോലെയല്ല ബാലസിംഹം. അത് പ്രത്യേകമായ ബാലസിംഹമാണ്. ഹല്ലേലൂയ. അവിടെ ചില ഉരുശ് കൂടുതലാണ്, അവിടുത്തെ ശക്തി കൂടുതലാണ്. സ്തോത്രം. നമ്മുടെ യഹൂദയിലെ ആരാണ്? യേശു ക്രിസ്തുവിന്റെ ശക്തിമാണ്. ഹല്ലേലൂയ. അവിടെ സ്തോത്രം ബാലസിംഹമാണ്. സ്തോത്രം. ഓ അവിടെ ഒരു സിംഹമാണ്. ഹല്ലേലൂയ. അതുപോലെ ദൈവത്തിന്റെ കറേജോടുകൂടി അവൻ ദൈവവേല ചെയ്യുക. ദൈവത്തിന്റെ ശക്തി എന്താണ്? കഷ്ടം വന്നോട്ടെ, ആ വിലാസം വന്നോട്ടെ, നിന്ന വന്നോട്ടെ, പക്ഷെ യേശു ക്രിസ്തുവിന് വേണ്ടി ഞാൻ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിന് വേണ്ടി ഞാൻ നിൽക്കും. 2 കൊരിന്ത്യർ അതിന്റെ 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുന്നത് പ്രാഗൽഭ്യത്തോടെ നിൽക്കും. അവിടെ വായിച്ചോ? ഒരു പ്രാഗൽഭ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. 2 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം വായിച്ചേ. ഈ വക പ്രത്യാശയുള്ളവരായ ഞങ്ങൾ എങ്ങനെയാണ്? വളരെ പ്രാഗൽഭ്യത്തോടെ നിൽക്കും. സ്തോത്രം. എല്ലാ ദൈവം എന്നാൽ തളർന്നു പോകുന്നതല്ല ക്രിസ്ത്യ ജീവിതം. ആണോ? നമ്മളെ വ്യാപരിക്കുന്ന ആത്മാവ് തളർന്നു പോകുന്ന ആത്മാവാണോ? അല്ല. അതെന്താണ്? ശക്തിയുടെ ആത്മാവാ. അത് ശക്തിയുടെ ആത്മാവാ. അത് ഭയത്തിന്റെ ആത്മാവാണോ? അത് ഭയത്തിന്റെ ആത്മാവേ അല്ല. അതെന്താണ്? ശക്തിയുടെ വിവേചനത്തിന്റെ എന്താണ് ഭാവമൊക്കെ തരുന്ന അത് പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്. സ്തോത്രം. അവ പ്രാഗൽഭ്യത്തോടുകൂടെ വചനം പ്രകാശിക്കുവാൻ കർത്താവിന്റെ അപ്പോസ്തലന്മാരെ എങ്ങനെയായിരുന്നു? എന്താണ് അവർ പ്രാഗൽഭ്യത്തോടുകൂടെ വചനം പറയുവാനിടയായി. ഹല്ലേലൂയ. അവർ വചനത്തെ ഉറപ്പിക്കുവാനിടയായി. സ്തോത്രം. അവിടെ എത്ര പ്രതികൂലം എന്താണ്? അവരെ എത്ര പ്രാവശ്യം ചങ്ങലയിലിട്ടു, എത്ര പ്രതികൂലം അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. ഹല്ലേലൂയ. ദാനിയേൽ നോക്കി എന്താണ്? സിംഹക്കുഴി ഇട്ടപ്പോൾ എന്താണ്? അവർ പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാനിടയായി. യോഹന്നാൻ നോക്കി എന്താണ്? പത്മോസിൽ ദ്വീപിൽ എന്താണ് നാടുകടത്തപ്പെട്ടപ്പോൾ എന്താണ്? അവരുടെ പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ചാൾസിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ നമ്മളെ പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചാൾസിന്റെ അനുഭവം നമ്മളെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? സ്തോത്രം. പിശാച് ആദ്യം എന്താണ് തകർക്കുവാൻ നോക്കുന്നത്? എവിടെയാണെന്നറിയോ? അല്ലേ ആദ്യം പിശാചെ തൊടുവാൻ നോക്കുന്നത് എന്താണ്? പാവപ്പെട്ട ജനത്തിനിടയിലാണ്. സ്തോത്രം. മീഡിയേറ്റേഴ്സിന്റെ ഇടയിലാണ് എപ്പോഴും അവൻ എന്താണ് അവകാശം വെക്കുന്നത്. അതാണ് അമേരിക്ക നടക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ഇതാണ് അമേരിക്ക പോകാൻ പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് മെഡിസിൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഹല്ലേലൂയ എന്താണ് ഹോസ്പിറ്റൽ എന്താണ് ഫെസിലിറ്റി വേണമെങ്കിൽ 676 ഉത്തരം. ആദ്യം ഇവൻ എവിടെയാണ്? ഇവന്റെ സാഹചര്യം എപ്പോഴും ഉണ്ടാകുന്നത് സാധാരണപ്പെട്ട ജനത്തിനിടയിലാണ്. സ്തോത്രം. എനിക്ക് ദൈവം ഇതിൽ ഹല്ലേലൂയ ആവശ്യത എപ്പോഴും സാത്താൻ അടിക്കുന്ന യുദ്ധം ചെയ്യുന്നപ്പോഴാണ് എന്താണ് ഇല്ലായ്മ ആർക്കുണ്ടോ അവനെ തകർച്ചു കളഞ്ഞാൽ സ്വന്തം എന്താണ് തളർന്നു പോകുന്നവരറിയാം. സ്വന്തം ഹല്ലേലൂയ. ആവശ്യം നമുക്കറിയാം. നമുക്ക് ഒരു ജോലിയിൽ പിടിച്ചു നിൽക്കുന്നവരായിരിക്കും, പക്ഷേ ഒരു ജോലി എടുത്ത് മാറ്റി കഴിയുമ്പോൾ തളർച്ചയുണ്ടാവും. സ്വന്തം അവിടെ അവനെ ആദ്യം തുറന്നത് അല്ലെങ്കിൽ ദൈവം ഇതിന് ഏത് തളർച്ച ഇട്ടാലും ഹല്ലേലൂയ, ഏത് പ്രതികൂലം ഇട്ടാലും സ്വന്തം യേശു ക്രിസ്തുവിനെ നിൽക്കും. ഹല്ലേലൂയ. എന്നൊരു വലിയ പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാൻ ഒരു വാഞ്ചയുണ്ടെങ്കിൽ ദൈവം നമ്മളെ നിർത്തുവാനിടയാ. സ്വന്തം യോശുവയുടെ കർത്താവ് എന്താ പറഞ്ഞത്? യോശുവ 1:9 വായിച്ചേ. യോശുവയുടെ കർത്താവ് എന്താ പറഞ്ഞത്? യോശുവയുടെ കർത്താവ് എന്താ പറഞ്ഞത്? നീ ധൈര്യമായിട്ടിരിക്കുക. നീ എന്താണ് ഉറപ്പുള്ളവരായിരിക്കുക. വായിച്ചത് നീ പോകുന്നിടത്തൊക്കെ ആരുണ്ടാവും? ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. ഹല്ലേലൂയ. ആർക്കെന്ന് പോൽക്കാരെ പറയാൻ പറ്റും? എന്റെ കൂടെ എപ്പോഴും ദൈവമുണ്ട്. സ്തോത്രം. വായിച്ചേ 1:9. നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് നിന്നോട് കൂടെ ഞാൻ ഉള്ളത് കൊണ്ട് സ്തോത്രം. നീ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക.
ഭയപ്പെടരുത്. നീ ഭയപ്പെടരുത്. സ്വതന്ത്രം ഭയം ഉണ്ടാവോ? ഭയം ജീവിതത്തെ കടന്നു വരും. ഉറപ്പ് നശിക്കും. ഹല്ലേലൂയ. നമുക്ക് എന്താണ് തളർച്ച ഉണ്ടാകും. പക്ഷെ എന്താണ് എപ്പോഴും ചിന്തിച്ചോ, ദൈവം എന്റെ കൂടെയുണ്ട്. സ്വതന്ത്രം എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. ആരൊക്കെ എന്തൊക്കെ പ്രതികൂലം ഇട്ടാലും ശരി, ഹല്ലേലൂയ, ഞാൻ തളർന്നു പോകുകയില്ല. ഞാൻ തളർന്നു പോകില്ല. സ്വതന്ത്രം 2 വൃത്താന്തത്തിന്റെ 32-ാം അധ്യായത്തിന് 7-8 വാക്കുകൾ വായിക്കുമ്പോൾ എന്താണ്? അവരോട് കൂടിയുള്ളവർ എങ്ങനെ ഇരിക്കുന്നു? അവര് മാംസഭുജങ്ങളാ. വായിച്ചേ 2 ദിനവൃത്താന്തം അതിന്റെ 32-ാം അധ്യായത്തിന്റെ 7-8 വാക്കുകൾ വായിച്ചേ. ഉറപ്പും ധൈര്യമായിരിക്കുക. അശ്ശൂർ രാജാവിനെയും അവരോട് കൂടെയുള്ള സകല പുരുഷാരന്മാരെയും ഭയപ്പെടരുത്. നിങ്ങൾ ഭ്രമിക്കരുത്. അവനോട് കൂടെയുള്ളതിലും വലിയൊരുവൻ നമ്മോട് കൂടെ ഉണ്ട്. എന്താണ് വായിച്ചതാണ്? അവരെങ്ങനെയായിരിക്കുന്നത്? അവര് മാംസമാണല്ലേ. അവര് മസിൽ പവർ മാത്രമേ ഉള്ളൂ. അവനോടുകൂടെ മാംസഭുജമേ. അവരോട് എങ്ങനെ ഇരിക്കുന്ന മാംസഭുജം മാത്രമാണ്, മസിൽ പവർ മാത്രമാണ്. പക്ഷെ നമ്മളോട് ഇരിക്കുന്നവൻ എന്താണ്? ഹല്ലേലൂയ, അവൻ ഉള്ളിൽ ബലം തരുന്നവന്. സ്വതന്ത്രം എന്താണ്? ഇതിനൊക്കെ തകർച്ചകളെ ശേഷിയാണ് നമ്മളോട് ഇരിക്കുന്നത്. മാംസഭുജത്തെ എന്താണ്? ഹല്ലേലൂയ, ചെറിയൊരു ക്രിമിയെ അവൻ കയറ്റി വിട്ടിട്ട് എന്താണ് അവരുടെ കാലും കൈയും പൊക്കാൻ പറ്റാത്ത രീതിയിലാക്കി മാറ്റുന്ന ഒരു ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. ഈ ഉറപ്പും ധൈര്യത്തോടെ ഇരിക്കുക. ഹല്ലേലൂയ. ഏത് പ്രതികൂലമാണെങ്കിലും പ്രശ്നമാണെങ്കിലും എന്താണ് അതിനെ ജീവിപ്പിക്കുന്ന, അതിൽ മറികടക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹല്ലേലൂയ. പൗലോസ് പറയുന്നുണ്ട് എഫേസ്യ ലേഖനത്തിലെ ഭയങ്കര വാക്യമാണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിലെ 19-20 വായിച്ചേ. 19-20 വായിച്ചേ. 6-ാം അധ്യായം 19-20 വാക്യം വായിച്ചേ. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 19-20. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിക്കുവാൻ എന്റെ വായ തുറക്കട്ടോ. എവിടെ കിടക്കുന്നത്? ചങ്ങല ധരിച്ച് എന്താണ് അംബാസിഡർ ആയിട്ട് കിടക്കുകയാണ്. സ്വതന്ത്രം എന്തിനു വേണ്ടിയാ? സുവിശേഷത്തിന് വേണ്ടി. വായ തുറക്കുമ്പോൾ ശക്തിയോട് സുവിശേഷം പറയുവാൻ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുവാൻ. ആ പ്രതികൂലത്തിന് നടുവിൽ കിടക്കുമ്പോൾ പറഞ്ഞത് എന്താണ്? ഹല്ലേലൂയ, ഞാൻ യേശുവിന് വേണ്ടി നിൽക്കും. സ്വതന്ത്രം. അതുകൊണ്ട് എന്താണ് 2 ശമൂവേൽ 10-12 വാക്യത്തിൽ കാണിക്കുന്നതാണ് നീ പുരുഷത്വം പ്രാപിക്കുക. സ്വതന്ത്രം. പുരുഷത്വം പ്രാപിക്കണം. ഹല്ലേലൂയ. ബലമുണ്ടാകണം. ഹല്ലേലൂയ. യേശുവിനെ പറ്റി പറയുവാൻ എന്താണ്? ആമി കഷ്ടത നിൽക്കുക, പ്രതികൂലത്തിൽ നിൽക്കുവാൻ എന്താണ്? ആമി വിശുദ്ധി നിൽക്കുവാൻ വേണ്ടി എന്താണ്? ഒരു പുരുഷത്തെ കാണിക്കാതെ പറയുകയാണ്. എന്താണ്? അവനോട് കൂടിയുള്ളതിനേക്കാൾ വലിയ നമ്മുടെ കൂടെയുണ്ട്. ആ പുരുഷാർത്ഥം കൂടെ നമ്മുടെ കൂടെയുണ്ട്. അശൂർ രാജാവിനേക്കാളും എന്താണ്? അവന്റെ സൈന്യത്തെക്കാളും ഹല്ലേലൂയ, അവന്റെ വസുപ്പോറിനേക്കാളും ഹല്ലേലൂയ വലിയവൻ നമ്മുടെ കൂടെയുണ്ട്. അവന്റെ ശക്തിയാൽ ഹല്ലേലൂയ, അവന്റെ സ്പിരിറ്റിനാൽ അവൻ എന്താണ്? ഹല്ലേലൂയ, എന്താണ്? ആ എല്ലാ ദുഃഖങ്ങളെ തകർച്ചുകളെ അവൻ ശേഷിയുള്ളവനാണ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട് 138-3 വായിച്ച എന്താണ്? എന്റെ ഉള്ളിൽ ഒരു വേദം തരുന്നവൻ. സ്തോത്രം. 138-3 എന്താണ്? സങ്കീർത്തനം 138-3. 138-3. ഞാൻ വിളിച്ചപേക്ഷ നാളില് നീ എനിക്ക് ഉത്തരവരലേ. കണ്ടോ എന്റെ ഉള്ളിൽ എന്ത് സംഭവിച്ചു? ബലം തങ്ങി. എല്ലാവർക്കും ദൈവം പ്രാർത്ഥിക്കണം. എന്താണ്? കർത്താവ് എന്റെ ഉള്ളിൽ ഒരു ബലം തരണം. സ്തോത്രം. ഞാൻ വിളിച്ചപേക്ഷ നാളില് നമുക്ക് ഉള്ളിൽ ബലം തരുന്നൊരു കർത്താവാണ്. പുറമെയുള്ള ബലങ്ങൾ നമുക്ക് ആരൊക്കെ തുടരാൻ സാധ്യമല്ല. പക്ഷെ ഉള്ളിൽ പവറുണ്ടെങ്കിൽ എന്താണ്? അതിനെ പേടിക്കുന്ന ഒരു ശക്തി നമ്മുടെ ചുറ്റിലുണ്ട്. പേടിക്കുന്ന ഒരു ശക്തി എന്താണ്? ഉള്ളിൽ പവറുണ്ടെങ്കിൽ മാത്രമേ നിന്നെ കീഴടങ്ങുന്ന ഒരു ശക്തി ഉണ്ടാകും. ഒരു പുരുഷത്തെ കാണിക്കാതെ പറയുകയാണ്. എന്താണ്? അവനോട് കൂടിയുള്ളതിനേക്കാൾ വലിയ നമ്മുടെ കൂടെയുണ്ട്. ആ പുരുഷാർത്ഥം കൂടെ നമ്മുടെ കൂടെയുണ്ട്. അശൂർ രാജാവിനേക്കാളും എന്താണ്? അവന്റെ സൈന്യത്തെക്കാളും ഹല്ലേലൂയ, അവന്റെ വസുപ്പോറിനേക്കാളും ഹല്ലേലൂയ വലിയവൻ നമ്മുടെ കൂടെയുണ്ട്. അവന്റെ ശക്തിയാൽ ഹല്ലേലൂയ, അവന്റെ സ്പിരിറ്റിനാൽ അവൻ എന്താണ്? ഹല്ലേലൂയ, എന്താണ്? ആ എല്ലാ ദുഃഖങ്ങളെ തകർച്ചുകളെ അവൻ ശേഷിയുള്ളവനാണ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട് 138-3 വായിച്ച എന്താണ്? എന്റെ ഉള്ളിൽ ഒരു വേദം തരുന്നവൻ. സ്തോത്രം. 138-3 എന്താണ്? സങ്കീർത്തനം 138-3. 138-3. ഞാൻ വിളിച്ചപേക്ഷ നാളില് നീ എനിക്ക് ഉത്തരവരലേ. കണ്ടോ എന്റെ ഉള്ളിൽ എന്ത് സംഭവിച്ചു?
ബലം വാങ്ങി എല്ലാവർക്കും ദൈവം പ്രാർത്ഥിക്കണം. എന്താണ്? കർത്താവ് എന്റെ ഉള്ളിൽ ഒരു ബലം തരണം. സ്തോത്രം. വിളിച്ചപേക്ഷിക്കുന്ന നാളില് നമുക്ക് ഉള്ളിൽ ബലം തരുന്നൊരു കർത്താവാണ്. സ്തോത്രം. പുറമേയുള്ള ബലങ്ങൾ നമുക്ക് ആരൊക്കെ തുടരാൻ സാധ്യമല്ല. പക്ഷെ ഉള്ളിൽ ഒരു പവർ ഉണ്ടെങ്കിൽ എന്താണ്? അതിനെ പേടിക്കുന്ന ഒരു ശക്തി നമ്മുടെ ചുറ്റിലുണ്ട്. പേടിക്കുന്ന ഒരു ശക്തി എന്താണ്? ഉള്ളിൽ പവർ ഉണ്ടെങ്കിൽ മാത്രമേ നിന്നെ കീഴടങ്ങുന്ന ഒരു ശക്തി ഉണ്ടാകും. ഓ താങ്ക് യു ലോർഡ്. വായിച്ച ബലപ്പെട്ടു. അപ്പോൾ എന്താണ്? ഉള്ളിൽ ബലമുണ്ടാകുമ്പോൾ നമ്മൾ ഓടിപ്പോകുന്ന ഒരു ശക്തിയുണ്ട്. ഉള്ളിൽ ബലമുണ്ടാകുന്നോ അതനുസരിച്ച് നിന്റെ കീഴടങ്ങുന്ന ഒരു ശക്തിയുണ്ട്. എല്ലാവരും ഉള്ളിൽ ബലമുണ്ടാകും. നീ പ്രാർത്ഥിക്കാം. ഉള്ളിൽ ബലമുണ്ടാകും. പ്രാർത്ഥിക്കുക. നിന്റെ തകർത്തുകളാൻ ആർക്കും ശേഷിക്കുന്നില്ല. ആർക്കും നിന്നെ തകർത്തുകളാൻ സാധ്യമല്ല. ഉള്ളിൽ ബലം വ്യാപരിക്കുന്നു. അതനുസരിച്ച് രാജ്യങ്ങളെ തകർക്കുവാനിടയാം. അതനുസരിച്ച് പട്ടണങ്ങളെ പിടിച്ചെടുക്കുവാനിടയാം. അതനുസരിച്ച് രാജ്യങ്ങളെ പിടിച്ചെടുക്കുവാനിടയാം. അതനുസരിച്ച് എന്താണ്? സർപ്പങ്ങളെ പിടിച്ചെടുക്കുവാനിടയാം. സ്വത്രം എന്റെ ഉള്ളിലെ ശക്തി ക്ഷയിക്കുന്നതനുസരിച്ച് നിന്നെ അവൻ പിടിച്ചെടുക്കുവാനിടയാം. ഹല്ലേലൂയ. എന്നെങ്കിൽ നീ വൈദ്യുതി സ്വത്രം ഉള്ളിലെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. യേശു പറഞ്ഞ എന്താണ്? സ്വത്രം എന്റെ നിമിത്തം നിങ്ങൾക്ക് കഷ്ടത ഉണ്ടാകും. എന്റെ ദൈവത്തിൽ നിങ്ങൾ എന്താണ്? അവർ നിങ്ങൾ പിടിച്ചുകൊണ്ട് പോകും. എന്റെ ദൈവത്തിന് എന്താണ്? അവർ നിങ്ങളെ കൊല്ലും. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് എന്താണ്? പ്രതികൂലങ്ങൾ ഉണ്ടാവും. സ്വത്രം. അതുകൊണ്ട് ക്രിസ്ത്യ ജീവിതത്തിൽ എല്ലാം ഉള്ള ഹല്ലേലൂയ. ചാൾസിന്റെ അനുഭവം എന്റെ ജീവിതത്തിൽ വന്നാലും എന്റെ യേശുവിനോട് ഞാൻ നിൽക്കും. സ്വതന്ത്രം. ഹല്ലേലൂയ. ആവശ്യം പട്ടിണി വന്നാലും ശരി എനിക്ക് യേശുവിനെ നിൽക്കും. ഹല്ലേലൂയ. എനിക്ക് സമൃദ്ധി വന്നാലും ശരി ഞാൻ യേശുവിനോട് നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മളെപ്പോഴും നേരെ തിരിഞ്ഞു പോവാം. എന്താണ്? സമൃദ്ധി വരുമ്പോൾ ഞാൻ യേശുവിനെ വിളിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ന് പ്രതികൂല പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താണ്? ഞാൻ യൂദായമായി മാറും. യൂദായി മാറും. പലപ്പോഴും പലരുടെ അനുഭവം അതാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താണ്? ഞാൻ യൂദായി മാറും. സ്വത്രം. പിന്നെ യേശുവിനെ വേണ്ട, പ്രാർത്ഥന വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ എന്താണ്? വലിയ സമൃദ്ധിയോട് കിടപ്പെടുക. പിന്നെ യേശുവിനെ വേണ്ട. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പോകുന്നപ്പോൾ വികാസം പറഞ്ഞ എന്താണ്? യേശുവിനെ തല്ലി ഒരു തട്ടിയിട്ട് ഫുട്ബോൾ കളിക്കുന്നതിന് തട്ടി കിടക്കും. പ്രാർത്ഥിച്ചു 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 എല്ലാവരും പ്രാർത്ഥിച്ചോ 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 പറയും. പ്രാർത്ഥന കുത്തിയത് പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും നേടി കഴിയുമ്പോഴത്തേക്ക് യേശുവിനെ തട്ടി കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു നമ്മുടെ യൂത്ത് ഉണ്ടാകാൻ പാടില്ല. ഏത് സമയത്ത് ലെവലിൽ നിൽക്കണം. സ്വന്തം ഒരു ത്രാസ് ലെവലിൽ നിൽക്കുന്നവർ ഹല്ലേലൂയ യേശുവിനോട് നിൽക്കുവാൻ സ്വന്തം നമ്മളെപ്പോഴും അവിടെ നമ്മുടെ ഉള്ളിൽ ഒരു ബലമുണ്ടാകണം. സ്വന്തം. പ്രൈസ് ദി ലോർഡ്. ഏതൊക്കെ പ്രതികൂലം വന്നാലും ശരി, ഏതൊക്കെ അനുഭവം വന്നാലും ശരി, ഏതൊക്കെ നന്മ വന്നാലും ശരി, എന്താണ്? ഹല്ലേലൂയ. കരളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. സ്വന്തം. യേശുവിനോട് നിൽക്കും. സ്വന്തം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രതികൂലം വരുമല്ലേ? ഇപ്പൊ നോർത്ത് വിശ്വസം എപ്പോഴും നമ്മൾ സമൃദ്ധിയോടെ കുറിച്ചിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. പ്രതികൂലം നമ്മുടെ തടന്നു പോകുവാനേ. ഹല്ലേലൂയ. ആവശ്യം ഞങ്ങൾ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞാൽ പ്രശ്നമേ ഇല്ല. പ്രൈസ് നമ്മളോട് ആവശ്യമില്ല. എന്താണ്? ഞങ്ങളോട് നിൽക്കുന്നവർ എന്താണ്? അവരെക്കാൾ ശക്തി ഉണ്ടാകുന്നത്. വിശ്വസ്തത. ഹല്ലേലൂയ. അവരറിയാം പ്രശ്നങ്ങൾ വരുന്ന അവരറിയാം. പക്ഷെ എന്താണ്? അവിടെ നമ്മള് ശക്തിയോട് നിൽക്കാമെങ്കിൽ എന്താണ്? ദൈവം നമ്മളെ മാനിക്കുവാനുള്ള ആവശ്യം. നിങ്ങൾക്കെല്ലാം ദൈവം എന്നൊക്കെ ദൈവം ഇതിനെ ഹല്ലേലൂയ. അവൻ ദൈവം പറഞ്ഞ അനുസരിച്ച് മുന്നോട്ട് പോകാമെങ്കിൽ ഏത് പ്രതികൂലമാണെങ്കിലും ശരി അവിടെ പിടിച്ചു നിൽക്കാനുള്ള ദൈവത്തിന്റെ ബലം നമുക്ക് തരുവാനാണ്.